നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓരോ ദിവസം ചെല്ലുന്തോറും വാശിയേറിയ പോരാട്ട വീര്യങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അനുഭാവികളുമെല്ലാം ഓടി നടന്ന് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ നേടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു. എന്നാൽ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം, പാലക്കാട്, ആറ്റിങ്ങൽ, തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ് വാശിയേറിയ ത്രികോണ മത്സരങ്ങൾ നടക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചാനൽ സർവേകളും രേഖപ്പെടുത്തുന്നു. കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ ഇക്കുറി തീപാറുന്ന മത്സരം തന്നെയാണ് നടക്കുന്നത്. വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോഴും കുറെ കൂടി കടുത്ത ഭാഷയിൽ തന്നെയാണ് ആലപ്പുഴയിലെ മത്സരത്തെ ചാനലുകാരും സർവേക്കാരുമെല്ലാം വിശേഷിപ്പിക്കുന്നത്. 3 തവണ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് MLA ആവുകയും 2 വട്ടം MP ആവുകയും ചെയ്ത ആളാണ് KC വേണുഗോപാൽ. ആലപ്പുഴയുടെ ഓരോ മുക്കും മൂലയും നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് പയ്യന്നൂർക്കാരനായ, ഇപ്പോൾ ആലപ്പുഴ നിവാസി എന്ന് പോലെ ജീവിക്കുന്ന KC വേണുഗോപാൽ. കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും എല്ലാം അടുത്ത സുഹൃത്തു കൂടിയായ വേണുഗോപാലാണ് ആലപ്പുഴയിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 19 സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചപ്പോൾ ഒരേ ഒരു സീറ്റ് മാത്രമാണ് നഷ്ടമായത്. അത് ആലപ്പുഴ മാത്രമായിരുന്നു. കനൽ ഒരു തരി എന്ന പോലെ ഇടതുപക്ഷത്തിൻ്റെ തോളിൽ ആലപ്പുഴയുടെ വിജയം ചാർത്തി കൊടുത്തത് ആരിഫ് എന്ന സിറ്റിംഗ് MP ആണ്. 19 സീറ്റും അന്ന് കേരളത്തിൽ നിന്നും UDF തൂത്തുവാരി എടുത്തപ്പോൾ കനൽ ഒരു തരി വെട്ടം നിലനിർത്തുവാൻ വേണ്ടി വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീജ്വാലയായി തീക്കനലായി ആലപ്പുഴ പിടിച്ചു നിർത്തിയത് ആരിഫാണ്. ഈ ആരിഫ് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്നാൽ ആലപ്പുഴയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായി ഏവരെയും ഞെട്ടിച്ചു കൊണ്ടുവന്നെത്തിയത് BJPയുടെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി ആലപ്പുഴയിലെ മത്സരം തീപാറുന്ന മത്സരമായി, ശക്തിയേറിയ ത്രികോണ മത്സരമായി മാറുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ തീപ്പൊരി നേതാവ് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴ ത്രികോണ മത്സരത്തിന് വഴിമാറുകയായിരുന്നു. ഇക്കുറി എന്തായാലും ആലപ്പുഴയിൽ തീപാറുന്ന മത്സരം തന്നെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ എന്നും ചുവപ്പ് കോട്ടയായിരുന്ന ആലപ്പുഴ ഇക്കുറി ആരെ പിന്തുണയ്ക്കും എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പല സർവേ ഫലങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആലപ്പുഴയിലും കേരളത്തിൻ്റെ പൊതുമനസ്സിലും ഉള്ള ചില വിചാരധാരകൾ ഇക്കുറി ആലപ്പുഴയുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കും, ചില അട്ടിമറികൾ നടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ ഇടതുപക്ഷ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിൽ തന്നെ പല അസ്വാരസ്യങ്ങളുണ്ട്, പടലപ്പിണക്കങ്ങളുണ്ട്. ആലപ്പുഴയുടെ സ്വന്തം നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന G സുധാകരനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ CPMൻ്റെ ആദർശശുദ്ധിയുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ CPMൻ്റെ പ്രാദേശിക തലങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്നു. ഒരു കാരണവശാലും ആലപ്പുഴയിലെ പ്രാദേശിക നേതൃത്വവുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് G സുധാകരൻ മാറി നിൽക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നത്. തികച്ചും ഒരു നിസ്സഹകരണാവസ്ഥയാണ് G സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്നും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും ആലപ്പുഴയിലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കും എന്ന് തന്നെയാണ്. സുധാകരന് വളരെയേറെ സ്വാധീനമുള്ള മേഖല തന്നെയാണ് ആലപ്പുഴ. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആദർശധീരനായ അവിഭക്ത കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് സുധാകരൻ. എന്നാൽ നേതൃത്വവുമായുള്ള ചില അസ്വാരസ്യങ്ങൾ, പിണറായി വിജയൻ ആയി പോലും ഇപ്പോൾ സുധാകരന് നല്ല ബന്ധമല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടറിയുന്നത്. അതുകൊണ്ട് തന്നെ തന്നെ മാറ്റി നിർത്തിയ പിണറായി വിജയനോടുള്ള അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും എന്തായാലും സുധാകരനോട് ചേർന്ന് നിൽക്കുന്ന അണികളും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ 70% ഹൈന്ദവ വോട്ടുകൾ ഉണ്ട് എന്ന് കണക്കാക്കിയിരിക്കുന്നത്. ഈ 70%-ൽ നല്ല ഒരു ശതമാനം വോട്ടുകളും SNDP യൂണിയന്റെ വോട്ടുകളാണ്, ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ്.
ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ മിക്കവാറും CPM തന്നെയാണ് എപ്പോഴും പോകാറുള്ളത്. എന്നാൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ ഈഴവ സമുദായ അംഗമായ ശോഭാ സുരേന്ദ്രൻ ഈഴവ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹ ആശംസകളോട് കൂടി തന്നെയാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രിയ പത്നിയായ പ്രീതി നടേശൻ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിച്ചതും ശോഭാ സുരേന്ദ്രന് വേണ്ടി സംസാരിച്ചതും. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ആലപ്പുഴയിൽ ആർക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുമോ അവർ വിജയിക്കും എന്ന് തന്നെയാണ് നാളിതുവരെയുള്ള ആലപ്പുഴയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹാശിസുകളോട് കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. CPM കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഭിന്നിച്ച് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് ശോഭാ സുരേന്ദ്രന് മുതൽക്കൂട്ടായി മാറും എന്ന് തന്നെ കണക്കാക്കപ്പെടുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആരിഫിനോടുള്ള ഒരു വികാരവും ആലപ്പുഴ നിവാസികളിൽ തങ്ങി നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ ആരിഫ് ജയിച്ച് കയറുവാനുണ്ടായ കാരണം UDF സ്ഥാനാർത്ഥിയായ ഷാനി മോൾ ഉസ്മാനോട് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും കൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ CPM അനുകൂലമായി വോട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ആരിഫിന് ആലപ്പുഴയിൽ നിന്നും 11,000 ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 11,000 ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആരിഫ് ജയിച്ചപ്പോൾ പോലും സ്വന്തം മണ്ഡലമായ അരൂരിൽ ആരിഫ് പുറകിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്രം നിരോധിത സംഘടനയെന്ന് മുദ്രകുത്തി ആലപ്പുഴയിൽ ഒരു സംഘടനയെ നിരോധിക്കുകയുണ്ടായി. ഈ സംഘടനയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ആരിഫ് നടന്നിരുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ആരിഫിനുണ്ടായിരുന്നു. എന്തായാലും ഈ സംഘടനയെ നിരോധിച്ചതുകൂടി ഈ സംഘടനയിലെ നല്ലൊരു ശതമാനം ആളുകൾ CPM ചേക്കേറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ വോട്ടുകൾ എൻ ബ്ലോക്കായി ആരിഫിന് കിട്ടും എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് എന്നാൽ KC വേണുഗോപാൽ എന്ന UDF സ്ഥാനാർത്ഥി ഇക്കുറി ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി പാർലമെന്റിൽ പോയി ഇരിക്കേണ്ട എന്ന് തന്നെയാണ് CPM തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ആരിഫിന് കൊടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആരിഫിന് കിട്ടാൻ സാധ്യതയുള്ള CPM വോട്ടുകൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. വേണുഗോപാലിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം മൂലം ഈ വോട്ടുകൾ ആരിഫിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത്തരം വോട്ടുകൾ മാറി വീഴുകയാണെങ്കിൽ തീർച്ചയായും അത് ശോഭാ സുരേന്ദ്രന് ഗുണകരമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകൾ KC വേണുഗോപാലിനെതിരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അത്തരത്തിലൊരു സംസാരമുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചെവി തിന്നുകൊണ്ട് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് തരം താഴ്ത്തിയത് KC വേണുഗോപാലിൻ്റെ ഉപദേശം കൊണ്ട് തന്നെയാണ് എന്നാണ് കോൺഗ്രസിൽ പല ആളുകളും വിശ്വസിക്കുന്നത്. അത്തരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഇക്കുറി KC വേണുഗോപാലിന് വോട്ട് ചെയ്യില്ല. അങ്ങനെ KC വേണുഗോപാലിനോട് വിഘടിച്ച് നിൽക്കുന്ന വിയോജിച്ച് നിൽക്കുന്ന ആളുകൾ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇക്കുറിയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കും ഭരണം കൈയാളുക എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ നിവാസികൾ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഇനി ആലപ്പുഴയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു വികസനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദി സർക്കാരിൽ വേണ്ടി വന്നാൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ ആകാൻ സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് അത് മുതൽക്കൂട്ടാകും എന്ന് ആലപ്പുഴയിലെ ആബാലവൃദ്ധ ജനങ്ങളും കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ശോഭാ സുരേന്ദ്രന് മുതൽക്കൂട്ടാകും. അത്തരത്തിലേക്കാണ് ചിന്തകൾ വഴിമാറുന്നത് എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആരിഫിനെയോ വേണുഗോപാലിനെയോ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ അവിടെ പ്രതിപക്ഷത്ത് പോയിരുന്നത് കൊണ്ട് ആലപ്പുഴയ്ക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിയായിരിക്കും എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയെങ്കിൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയെ കിട്ടുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ച് അയക്കാം എന്ന് ആലപ്പുഴ നിവാസികൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് ആലപ്പുഴയുടെ വികസനപരമായ പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു ചിന്ത നടക്കുകയാണെങ്കിൽ SNDP സമുദായത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിൽ KC വേണുഗോപാലിനോട് വിഘടിച്ച് നിൽക്കുന്ന ആളുകളുടെ നല്ലൊരു ശതമാനം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടുകയാണെങ്കിൽ
CPM-നകത്ത് നിന്ന് തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ, അതായത് ജി സുധാകരനെ പോലുള്ള ചില നേതാക്കളുടെ അണികളുടെ പ്രവർത്തകരുടെ മാറിച്ചിന്തകൾ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി മാറുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും ഇക്കുറി ആലപ്പുഴയിൽ നിന്ന് വിജയിക്കും എന്ന് തന്നെയാണ് സർവേകൾ രേഖപ്പെടുത്തുന്നത്. പല സർവേകളിലും പറയുന്നത് ശോഭാ സുരേന്ദ്രൻ 16 മുതൽ 20% വരെ വോട്ട് നേടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ എല്ലാ കാലത്തും സർവേ ഫലങ്ങളുടെ ഇരട്ടി വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സർവേയിൽ പറയുന്ന 16% മുതൽ 20% വരെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടും എന്ന് സർവേ പറയുമ്പോൾ അതൊരു 30%-ത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം അനുകൂലമായി വരികയാണെങ്കിൽ 30% വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. KC വേണുഗോപാൽ 47% വോട്ടുകളാണ് നേരത്തെ നേടിയിരുന്നത് എന്നോർക്കുമ്പോൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ഈ മാറിയ സാഹചര്യത്തിൽ KC വേണുഗോപാലിനും ആരിഫിനും എതിരെയുള്ള ജനവിരുദ്ധ വികാരവും അവരവരുടെ പാർട്ടിക്കിടയിൽ തന്നെയുള്ള വിരുദ്ധ വികാരങ്ങളും നിലനിൽക്കുന്ന അവസരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇത്രയും വോട്ടുകൾ നേടാൻ നിഷ്പ്രയാസം സാധിക്കും എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും. ആലപ്പുഴയിൽ അടുത്ത കാലത്തുണ്ടായ ദളിത് മോർച്ചയുടെ നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകവും ആ കൊലപാതകത്തെ തുടർന്ന് നിരോധിത സംഘടനയിലെ 15 പേരെയാണ് ഈ കേസിൽ പ്രതികളായ ആളുകളെ കോടതി ശിക്ഷിച്ചത്. അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് ആലപ്പുഴയിൽ സമാധാന അന്തരീക്ഷം പുലരുവാൻ വേണ്ടി ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ മറ്റൊരു സ്ത്രീ സ്ഥാനാർത്ഥിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കട്ടെ എന്ന് ഇക്കുറി ആലപ്പുഴ നിവാസികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമായി മാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് 14% വോട്ടുകളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. മുസ്ലിം വിഭാഗത്തിന് 15% വോട്ടുകളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷം ഇപ്പോൾ BJPയോട് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ടുകളും ശോഭാ സുരേന്ദ്രന് നേടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു 30% വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് സമാഹരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവരുടെ വിജയത്തിലേക്ക് അവരെ കൊണ്ടു ചെന്ന് എത്തിക്കും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അടിവരയിട്ട് പറയുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 70% വോട്ടുകളിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ NSSന് നിർണായകമായ ശക്തിയുള്ള വോട്ടുകൾ തന്നെയാണ്. NSSന്റെ സുകുമാരൻ നായരുമായി നല്ല ബന്ധം പുലർത്തുന്ന ശോഭാ സുരേന്ദ്രന് ഒരു കാരണവശാലും അപ്രിയകരമായ ഒരു തീരുമാനം NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ ചെങ്ങന്നൂരിന്റെ നേതാവായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി ചെങ്ങന്നൂരിലെ ജില്ലാ നേതൃത്വം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാന് വിരുദ്ധമായ ഒരു വികാരം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വിരുദ്ധ വികാരം ആരിഫിന് കിട്ടുന്ന വോട്ടുകൾ മാറി വീഴുവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. CPM-ഉം കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും എല്ലാം ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള INDIA എന്ന സഖ്യത്തിലെ നേതാവായ വേണുഗോപാലിനെ ഒരു കാരണവശാലും ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് കയറുവാൻ CPM-കാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു വികാരം നിഴലിക്കുമ്പോൾ തന്നെ അത്തരം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി മാറും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ഇക്കുറി ശോഭാ സുരേന്ദ്രന് ജയിക്കുവാനുള്ള ഘടകങ്ങൾ പലത് തന്നെയാണ് എന്നാണ് ആലപ്പുഴ നിവാസികളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പാണ്. ഒരു കാരണവശാലും പ്രവചന സ്വഭാവം തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല. ചില നിഗമനങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിൽ പറയാൻ സാധിക്കൂ. 26-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി വോട്ട് എണ്ണിക്കഴിയുന്നത് വരെ ആരാണ് ജയിക്കുക എന്ന് പറയാൻ സാധ്യതയില്ല. അങ്ങനെ പ്രവചിക്കാനും സാധ്യമല്ല. എന്നാൽ ചില നിഗമനങ്ങൾ, രാഷ്ട്രീയ വിചക്ഷണന്മാരുടെ ചില നിഗമനങ്ങൾ ഇക്കുറി ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് അവർ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളാണ് വാർത്തയിൽ ഉടനീളം സംസാരിച്ചത്. എന്തായാലും ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിക്കുമോ, ആരിഫ് ജയിക്കുമോ, ശോഭയ്ക്ക് അനുകൂലമായ തരംഗം ഉണ്ടാകുമോ, ആലപ്പുഴയുടെ ചരിത്രത്തിലാദ്യമായി BJP സ്ഥാനാർത്ഥി താമരചൂടി വിജയിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് എത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.